കുറച്ച് പഠിപ്പിനെ കുറിച്ചാവാം. പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടുമ്പോൾ എന്തെല്ലാം ചെയ്യണം ആ ജോലി കിട്ടാനും അതിൽ നിന്ന് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാനും. അതിനുവേണ്ടി എൻ്റെ കൂടെ ഇരിക്കുന്നത് നിഖിൽ കിളിവായിൽ, CEO ആൻഡ് ഫൗണ്ടർ ബ്രോട്ടോടൈപ്പ്. വെൽക്കം. ഞാൻ കോളേജ് വിട്ടിട്ട് ഒരുപാട് കാലമായി, പക്ഷേ ഈ പഠനത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ കൂടെ ഒന്ന് സംസാരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ തുടക്കം തന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു റിപ്പോർട്ട് വായിച്ചു. അതായത് കേരളത്തിൽ ടോപ്പ് റാങ്കാണ് നമ്മൾ എംപ്ലോയബിലിറ്റിക്ക്. പക്ഷേ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആ ഒരു ഗ്രാജുവേറ്റ്സിലേക്ക് വരുമ്പോൾ എംപ്ലോയബിലിറ്റിയുടെ ആ സ്കോർ കുറച്ച് കുറവാണെന്ന്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് വേഴ്സസ് എംപ്ലോയബിലിറ്റി, നിഖിൽ അത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താ ഇപ്പോൾ? അതിൽ നമ്മളെ ഒരുപാട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേർക്ക് IT ജോലികൾ കിട്ടുന്നത് കൂടുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു കാര്യം എന്താണ് ഒരു മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു പ്രോബ്ലം എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് ആ സ്കില്ല് അച്ചീവ് ചെയ്തിട്ട് കമ്പനികളോട്ട് കയറുന്നതിൻ്റെ പെർസെൻറ്റേജ് ഭയങ്കര കുറവാണ്. അതായത് ഇവരുടെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തിൽ ഇത്രയും പെർസെൻറ്റേജ് നോക്കുമ്പോൾ, ഒന്ന് അവരുടെ കമ്മ്യൂണിക്കേഷനും, ഒന്ന് അവർക്ക് ന്യൂമറിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലും, അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ സ്കില്ലൊക്കെ നല്ലതായതുകൊണ്ട് മാത്രമാണ് അവരിങ്ങനെ കയറുന്നത് എന്നുള്ളതാണ് കൂടുതൽ പറയണത്. അതായത് ഒരിക്കലും അവരുടെ സ്കില്ലിൻ്റെ ബേസിലല്ല. അപ്പോൾ അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ 4 വർഷം ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടിയിട്ട് ഒരു കോളേജുകൾക്ക് അല്ലെങ്കിൽ നമ്മളൊരു യൂണിവേഴ്സിറ്റികൾക്ക് നമുക്ക് ഇവരെ അവർക്ക് വേണ്ട, അത് കമ്പനികൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ കാലങ്ങളായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ മാറ്റങ്ങൾ ഉള്ളതുകൊണ്ട്, അതായത് നമ്മൾ സാക്ഷരത ഭയങ്കരമായിട്ട് 90% അച്ചീവ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഇംഗ്ലീഷും അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള സ്കില്ലൊക്കെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോയിട്ടുള്ളത്. പക്ഷേ ഇതൊരിക്കലും സ്കില്ലിലോട്ട് വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് വലിയൊരു ഗ്യാപ്പാണ് അവിടെ വരുന്നത്. ആ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് പ്രോട്ടോടൈപ്പ് വരുന്നത്. പ്രോട്ടോടൈപ്പ് വരുന്നത് നമ്മൾ വരുന്നത്. അതെ. അപ്പോൾ ഈ 4 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചൊരു കുട്ടി പിന്നെ നിങ്ങളുടെ കൂടെ വരെ 1 കൊല്ലം കൂടി പഠിക്കാൻ താല്പര്യപ്പെടുന്നതും അതിലേക്ക് സന്നദ്ധനാവുന്നത് എപ്പോഴാണ്? അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കണം. അതിൻ്റെ ഒരു അനാലിസിസ് ഉണ്ടായിട്ടുണ്ടോ? അത് ഈ ഗ്യാപ്പാണ്. അത് ഈ ഗ്യാപ്പ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ നമ്മുടെ MNC കമ്പനീസൊക്കെ നമ്മുടെ കോളേജിൽ നിന്ന് ഹയർ ചെയ്ത് കൊണ്ടുപോകുന്നത് നേരെ അവിടെ ക്യാമ്പസിലോട്ടാണ്. ടെക്നിക്കൽ സ്കിൽ ജോബാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ജോബുകളിലോട്ട്, അല്ലാതെ നമ്മൾ ചെറിയ ട്രെയിനിങ്ങിലൂടെ കൊണ്ടുപോകും. പക്ഷെ കൂടുതൽ ടെക്നിക്കൽ സ്കില്ല് ജോബുകളിലൊക്കെ അവരുടെ ഒരു 6 മാസം ക്യാമ്പസിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ആ ക്യാമ്പസിൽ നിന്ന് വീണ്ടും ട്രെയിനിങ് കൊടുക്കുകയാണ്. അത് അവർക്കറിയാം ഈ സ്കിൽ ഗ്യാപ്പുകളുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ ട്രെയിനിങ് കൊടുക്കുന്നത്. ആ സ്കിൽ ഗ്യാപ്പ് എല്ലാവർക്കും അതുപോലെ അച്ചീവ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ മുൻകൂട്ടി ഇത് അച്ചീവ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് പഴയ ജനറേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പാരൻസ്, ഇപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ പാരൻസ് ആയിട്ടുള്ള ആൾക്കാർ, അവർ പഠിച്ചൊരു സമയത്ത് നമുക്കൊരു ഡിഗ്രി കിട്ടുക എന്നുള്ള സമയം ഉണ്ടെങ്കിൽ അവർക്കൊരു ജോലി കിട്ടുക എന്നുള്ളതിൻ്റെ അതിലൊരു വാല്യൂ ഉള്ളൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനറേഷൻ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ തോട്ടിൽ മാത്രമല്ല, തോട്ടിൽ മാറിയേ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഡിഗ്രീനെ ബേസ് ചെയ്തിട്ട് ജോലി കിട്ടുന്ന കാലം കഴിഞ്ഞു. ഇനി PG ഉണ്ടായാലും PhD ഉണ്ടായാലും ജോലി ഇല്ലാതെ നടക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്ക് ആ ഇൻഡസ്ട്രി റിയൽ വേൾഡ് സ്കില്ലാണ് വേണ്ടത്. ആ സ്കില്ല് നമ്മൾ ഫില്ല് ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇത് ചെയ്യാന്ന് മാത്രമല്ല, നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോട് നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ രീതിയിലുള്ള മെത്തേഡുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് ഉപയോഗിച്ചുകൂടെ ഞങ്ങൾ ചോദിക്കുന്നത്. എന്ത് നമുക്കൊരു പ്രോഗ്രാമായിട്ട് സെല്ല് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. മറ്റുള്ളവരും കൂടെ ഈ രീതിയിലുള്ള മെത്തേഡ് യൂസ് ചെയ്താൽ സ്റ്റുഡൻസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഈ പ്രോട്ടോടൈപ്പിൽ അങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് വരുമ്പോൾ, ഒരു ക്വാളിഫൈഡ് ആയിട്ട് ഒരു പ്രൊഫഷണൽ കോളേജിൽ നിന്ന് പാസ്സായി വരുന്നത് ഒരു കുട്ടി താങ്കളുടെ അടുത്തേക്ക് വരുന്നു, എന്തെല്ലാം ആയിരിക്കണം അത് കൂടെ പോകുന്ന ഒരു റിപ്പോർട്ട് എന്തൊക്കെ സംഭവിക്കും അവിടെ സംഭവിക്കുന്നത്? ഒരു രീതിയിൽ പറഞ്ഞാൽ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് കർവ് മാറ്റുന്നുണ്ട്. ഒന്ന് നമ്മളെന്താ വെച്ചാൽ, നമ്മൾ ഒരു പെഡഗോജി സിസ്റ്റം, അതായത് നമ്മൾ കുറേ ആൻസേഴ്സ് തന്നിട്ടുണ്ട്, അതിങ്ങനെ കാണാതെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ചോദ്യം ചോദിക്കുന്നു, ഉത്തരം തെറ്റാതെ കാണാതെ പഠിച്ചെഴുതുന്നു. ഇതാണ് നമ്മൾ അതുവരെ ശീലിച്ച സിസ്റ്റം. നമ്മുടെ കോളേജുകളായിക്കോട്ടെ, നമ്മുടെ സ്കൂളുകളായിക്കോട്ടെ, അല്ലാതെ നമ്മൾ പഠിച്ച സിസ്റ്റം അതാണ്. പക്ഷെ റിയൽ വേൾഡിൽ അങ്ങനെയല്ല. ഒരൊറ്റ ഉത്തരമല്ല ഓരോ പ്രോബ്ലത്തിനുള്ളത്. പല സൊല്യൂഷൻസാണ്, പല രീതിയിലായിരിക്കും സോൾവ് ചെയ്യുക. അപ്പോൾ
ഈ സ്റ്റുഡൻസിന്റെ ആ രീതി വെച്ചിട്ട് നമുക്ക് റിയൽ വേൾഡ് പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും, ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആവും, നമ്മൾ ഭയങ്കര ഡിപ്രഷൻ ആവും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, ഭയങ്കരമായിട്ട് പിള്ളേർ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്, വർക്ക് ചെയ്യുന്നിടത്ത് ഭയങ്കര സ്ട്രെസ്സാണെന്ന് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഈ റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് പോകുന്നത് ആ റിയൽ വേൾഡിലും ഉത്തരം എനിക്ക് കറക്റ്റ് ആവണം. ഈ അൺസർട്ടനിറ്റി തീരെ ഇഷ്ടമല്ല ആൾക്കാർക്ക്. അപ്പോൾ ഈ പ്രോബ്ലം ഡിഫറെൻ്റ് ആയിട്ട് സോൾവ് ചെയ്ത് അതിൽ പ്രോബ്ലം വരികയും അത് ഡിഫറെൻ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പഠിക്കുകയും അതിന് ആ ഒരു പ്രതിസന്ധി നേരിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് സംബന്ധിച്ചോളം അവർ ഏത് നാളെ പ്രോബ്ലം വന്നാലും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ശരിക്കും പെഡഗോജി മാറിയിട്ട് ആൻഡ്രാഗോജി എന്നുള്ള സിസ്റ്റമാണ്. അതും കഴിഞ്ഞൊരു ഹീറ്റാഗോജി ഉണ്ട്, അത് വേറൊരു ലെവലാണ്. സ്വന്തം പ്ലാൻ ചെയ്ത് സ്വന്തം പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ഹീറ്റാഗോജി നമ്മൾ പറയാം. ഇത് ആൻഡ്രാഗോജി. എത്ര ശതമാനം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ? ഈറ്റാഗോജി വളരെ കുറഞ്ഞ പെർസെൻറ്റേജ്, ഇപ്പോൾ ഒരു 5% ഈറ്റാഗോജി ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ അവർക്ക് ഒരിക്കലും ഒരു റൂട്ട് മാപ്പ് ഒന്നും വേണ്ട. പെഡഗോജിന്റെ സിസ്റ്റത്തിൽ ഞാൻ മൂന്നും പറഞ്ഞുതരാം. പെഡഗോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫുൾ ആൻസർ വേണം, കറക്റ്റ് സ്ട്രക്ചർ വേണം, ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ്രാഗോജിയിൽ വരുമ്പോൾ ഒരു ഗൈഡൻസ് വേണം, എന്നാൽ അവർ ബാക്കി എന്ത് ചെയ്യും പ്രോബ്ലം വന്നാലും ചെയ്തു പോകുന്ന രീതിയിലാണ് ആൻഡ്രാഗോജി വരുന്നത്. ഹീറ്റാഗോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അതായത് അവർക്ക് എന്താ ഒരു ഗൈഡൻസും വേണ്ട, അവരുടെ ഗൈഡൻസ് കണ്ടുപിടിച്ച് റിസർച്ച് നടത്തി ഫൈൻഡ് ചെയ്ത് അവരുടെ സൊല്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ പക്ഷെ താങ്കൾക്ക് മോൾഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഏത് തരത്തിലുള്ള ഈ മൂന്നിലും പെഡഗോഗി? ഇതിൽ ശരിക്കും നമുക്ക് ഹീറ്റാഗോജിൽ എത്തിക്കാനാണ് നമുക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഇതിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഡിപെൻഡ്സ് ഓൺ പീപ്പിൾ അല്ലേ. പക്ഷെ കൂടുതൽ ആൾക്കാരും ഈ പെഡഗോജി സിസ്റ്റത്തിലാണ്, അതായത് കാണാൻ പഠിച്ചുള്ളത്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ ശ്രമിക്കുന്ന വെച്ചാൽ ആൻഡ്രാഗോജിയിലോട്ടെങ്കിലും എത്തിക്കുക. അതായത് നമുക്ക് ഒരു ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിന് റിസർച്ച് എടുത്ത് അല്ലെങ്കിൽ പ്രോബ്ലം വന്നാലും അത് പ്രശ്നം നേരിട്ട് അത് ഫേസ് ചെയ്ത് അത് ഫൈൻഡ് ചെയ്യണ ലെവലിലോട്ട് ആൾക്കാർ മാറണം. അത് മാറിയേ പറ്റുള്ളൂ. ഇപ്പോഴും പക്ഷേ കോളേജുകളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ആ കാണാതെ പഠിപ്പിക്കലും എക്സാം കാണാതെ എഴുതലും ആണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. നമുക്ക് ആ ഒരു ഇതേ മാറ്റിയെടുക്കണം. അപ്പൊ അതിന് പ്രോബ്ലംസ് കൊടുക്കണം, ക്വസ്റ്റ്യൻസ് ആണ് കൊടുക്കേണ്ടത്, ആൻസർ അല്ല കൊടുക്കേണ്ടത്. വെരി ഗുഡ്. 6 വർഷമായിട്ട് ഈ ഇത് അപ്പോൾ അത് 2300ഓളം കുട്ടികൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ചില കഥകൾ ഞാൻ കണ്ടു താങ്കളുടെ യൂട്യൂബ് വീഡിയോയിൽ, ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ. അതിൽ മനസ്സിൽ തട്ടിയ ഒരാളുടെ ഒരു കഥ ഉണ്ടോ? മനസ്സിൽ തട്ടിയ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഒരുപാട് എപ്പോഴും മനസ്സിലേക്ക് വരുന്ന അവൻ നന്നായി അല്ലെങ്കിൽ ആ പെൺകുട്ടി നന്നായി എന്ന് തോന്നുന്ന അങ്ങനെ ഒരുപാട് ഇപ്പോൾ പല ടൈപ്പ് ഓഫ് ഏജിലുള്ള ആൾക്കാരുടെ സ്റ്റോറീസ് നമ്മുടെ മുന്നിലുണ്ട്. അത് ഈവൻ 40-43 ഏജിൽ വന്നിട്ട് കരിയർ ബ്രേക്ക്, ലൈഫിൽ നാട്ടിലൊന്നും ഒരു വിലയില്ലാത്ത സപ്പോർട്ടില്ലാത്ത ആൾക്കാർ ഇവിടെ നിന്ന് മാറിയ കഥകൾ അടക്കമുണ്ട്. ഈവൻ ഹൗസ് വൈഫ്, ഫാമിലി ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട്, ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് അവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് പിന്നെ ഇവിടെ വന്ന് നമ്മളെ യൂട്യൂബ് പഠിച്ച് വന്ന് ശരിയായ ആൾക്കാരുണ്ട്. ഇങ്ങനെ പല ആൾക്കാർ പല രീതിയിൽ നിന്ന് മാറി വന്നത് നമ്മൾ ഈ പ്രോട്ടോടൈപ്പിൽ കണ്ടിട്ടുണ്ട്. അതിൽ എടുത്ത് പറയാൻ പറ്റുന്ന, എപ്പോഴും ഞാൻ പല സ്റ്റോറിയിലും പറയുന്നതാണ് അരുൺ എന്നൊരു ചെറിയ സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ അവൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവനൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അവനൊരു ദുബായിലൊരു ജോലിയൊക്കെ കിട്ടി പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ആയിട്ട് ഫുൾ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്ന് കൈയൊന്നും അനക്കാൻ വയ്യ, ഒരു കൈയൊന്നും അനക്കാൻ വയ്യ, ഒരു കൈ മാത്രം കുറച്ച് അനക്കാനുള്ളൂ. ഫുൾ പെയിനാണ്, ഷോക്ക് അടിക്കുന്ന പോലെ പെയിന്. ഡെയിലി ഒരു 20 പെയിൻ കില്ലറൊക്കെ അടിച്ചാൽ മാത്രമേ അവന് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 20 പെയിൻ കില്ലർ അടിക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ അതിന് ഉറക്കം വരും. അപ്പോൾ ഉറങ്ങാതിരിക്കണം എന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ആ പെയിനിലിരുന്നിട്ട് അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇരുന്നത് പഠിച്ചു. ഓക്കെ, ഇരുന്ന് പഠിച്ച് അവനത് അച്ചീവ് ചെയ്യുകയാണ് ചെയ്തത്. അത് ഭയങ്കര, അതായത് അവനൊരു ഏകദേശം ഒരു 12 LPA സാലറി, ഒരു 1 lakh rupees സാലറിയോളം അവൻ അച്ചീവ് ചെയ്യുക ചെയ്തത്. ഒരു ബംഗാളിലൊരു കമ്പനിയാണ്, പക്ഷെ ഭയങ്കര സാലറി അച്ചീവ് ചെയ്ത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. വെച്ചാൽ ഇങ്ങനെ കുറേ ആൾക്കാരെ കാൻഡിഡേറ്റ്സിൻ്റെ വീടുകൾ ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ട്, വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്, അപ്പോൾ മീറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പല സ്റ്റോറീസ് ഉണ്ട്. അതുപോലെ മൂന്നാറിലൊരു സ്റ്റോറി ഉണ്ട്. അതിൽ അവന്, അതായത് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. നമുക്കൊരു ഒരാൾക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരു വീട് സാഹചര്യം. അവന് വീട്ടിലും നാട്ടിലും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയൊരു പയ്യൻ. നാട്ടിൽ ഈ കാട്ടാനൊക്കെ ഇറങ്ങാൻ പേടിക്കുന്ന ഒരു ഉള്ളിലൊരു പ്രത്യേക ഏരിയ. അവൻ പല സമയത്തും ഇത് പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്. കറണ്ട് ഇല്ല, വെളിച്ചമില്ല. നമ്മളിതൊക്കെ പറഞ്ഞു സിനിമ കഥകൾ പോലെയാണ് ആൾക്കാരുകൾ. പക്ഷെ ഇത് റിയൽ ആയിട്ട് കാണാണ്. അവിടെ പോവുക, അവിടെ പോയി കണ്ടപ്പോൾ മനസ്സിലായത് അങ്ങനെ പ്രത്യേക സിറ്റുവേഷൻ ഉള്ള ഒരു ഫാമിലി. അവൻ ലാപ്ടോപ്പ് കൊടുക്കുന്നത് അവിടുത്തെ പള്ളിയിലെ അച്ഛനാണ് ലാപ്ടോപ്പ് കൊടുക്കുന്നത്. ഇങ്ങനെ പല രീതിയിൽ സപ്പോർട്ടോടുകൂടി വന്ന ഒരു സ്റ്റുഡൻറ്റ്. അവനിപ്പോൾ ചെന്നൈയിൽ ഒരു ഹയർ പൊസിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോറീസ് കാണുമ്പോഴേ നമുക്ക് ഭയങ്കര നല്ല കാര്യമായി തോന്നിയിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ കുറേ സ്റ്റോറീസ് ഉണ്ട്. പല രീതിയിൽ പ്രോബ്ലംസ് ആണ് പലർക്കും.
പക്ഷെ ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സ്വന്തം മകനെയോ അല്ലെങ്കിൽ മകളെയോ അല്ലെങ്കിൽ ആരെയും ബന്ധുക്കളെയൊക്കെ ചേർക്കണമെങ്കിൽ ഇവനെ ഒന്ന് വിട്ടാലോ എന്ന് തോന്നണമെങ്കിൽ അതിനുള്ള ക്രൈറ്റീരിയ എന്താ? നമ്മൾ ഈ IT ഫീൽഡ് ഒന്നാമത്തത് ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണല്ലോ. ഇപ്പോൾ ഒരുപാട് AI മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നാമത് ഈ ഫീൽഡിലോട്ട് കടക്കാൻ ആൾക്കാർക്ക് പലർക്കും ഭയങ്കര എവിടെ തുടങ്ങണം, എങ്ങനെ പഠിക്കണം ഒരു ഐഡിയ ഇല്ല പലർക്കും ഇല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കും വരാം. ഒരു 2 ആഴ്ചത്തെ ഒരു 10 days ഓറിയന്റേഷൻ പ്രോഗ്രാമാണ് കൊടുക്കുന്നത്. അതിന് ചെറിയൊരു പേയ്മെന്റ് ഉണ്ടാവും. അത് ഫെയിൽ അവിടെ ലാസ്റ്റ് ഒരു എക്സാമും ഉണ്ടാവും. ഈ എക്സാം ഫെയിൽ ആണ് എമൗണ്ട് റീഫണ്ടും ആണ് അവിടെ. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് എന്ത് സംഭവിക്കുക, ആ ട്രൈ ചെയ്യാനുള്ള അവസരമാണ്. ട്രൈ ചെയ്ത് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അവൻ പ്രോഗ്രാമിലോട്ട് ഇന്നാവും. അപ്പോഴും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ജോലിയുടെ പൈസ അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അപ്രണ്ട് ആയിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, EMI ആയിട്ട്, അങ്ങനെ പല ഓപ്ഷൻസ് ഫീ പേയ്മെന്റ് കൊടുക്കുക. ഞാൻ പറഞ്ഞാൽ ട്രൈ ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ് ഒരു 10 ദിവസം. ആ 10 ദിവസത്തിൽ അവൻ്റെ ലൈഫ് ചേഞ്ച് ആവുന്നത്. ഈവൻ ആ 10 ദിവസം ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ടെക് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അവിടെ ചിലപ്പോൾ അവൻ്റെ ലൈഫിൽ തന്നെ അവൻ്റെ തോട്ടുകൾ മൊത്തം മാറും. വർക്കിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അതുപോലെ മണീനോടുള്ള ആറ്റിറ്റ്യൂഡ്, നമ്മളെ ഒരുപാട് പെർസെപ്ഷൻ, നമ്മളെങ്ങനെ നമ്മളെ കീപ്പ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്, നെറ്റ്വർക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞങ്ങളിതൊക്കെ $1 million അഡ്വൈസ് എന്ന് പറയാം. അതായത് അതിൽ തന്നെ ഒരു 3-4 കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ ആ ലൈഫ് രക്ഷപ്പെടും. ആ രീതിയിൽ ചേഞ്ച് ചെയ്യുന്നത് ഒരു വർക്ക്ഷോപ്പാണ് ശരിക്കും ഒരു 10 days. യൂഷ്വലി അക്കാഡമിക് ടോപ്പേഴ്സ് പ്രോട്ടോടൈപ്പിൽ വരാറുണ്ട്. അതിൽ അക്കാദമിക് ടോപ്പേഴ്സിന് ചില ഹൈ പെർഫോമൻസ് മേക്ക് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്ന വെച്ചാൽ പ്രോട്ടോടൈപ്പ് ഒരിക്കലും ഒരു ക്ലാസ് റൂം മോഡൽ അല്ല. അതായത് ഇവിടെ ഒരു ക്ലാസ് റൂം ഇരിക്കുക, ടീച്ചർ വന്ന് പഠിപ്പിക്കുന്ന മോഡലേ അല്ല. ഇതൊരു കമ്പനി അറ്റ്മോസ്ഫിയർ ആണ്. അവിടെ ഒരു സ്റ്റുഡൻറ്റ് വർക്ക് സ്റ്റേഷനിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, കൂടെ അതുപോലെ ഇൻട്രസ്റ്റ് ഉള്ള കുറേ ആൾക്കാർ ഇരുന്ന് പലതരം പ്രൊജക്റ്റുകൾ ചെയ്യുന്നു, പലതരം ഡിസ്കഷൻസ്, അതിന് പുറമെ പല പല ഗസ്റ്റുകൾ വരുന്നു, അവരോടുള്ള ഇന്ററാക്ഷൻസ്, അങ്ങനെ പുറത്ത് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഓപ്പൺ സ്പേസ് ഒരു സ്പേസ് ആണ്. അവന് രാവിലെ അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനോട് രാവിലെ അറ്റൻഡൻസ് ടൈം അവൻ വരുത്തുന്നുണ്ടോ നോക്കണല്ലോ. നാളെ അവന്റെ പാരന്റ് വന്ന് ചോദിക്കുകയാണ് എന്റെ മോൻ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ മോനോട് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ള നമുക്ക് കാണിച്ചു കൊടുക്കണല്ലോ. അപ്പോൾ വരുന്നത് നമ്മൾ നോക്കും, പക്ഷെ അവന്റെ ടൈമിങ്, അതായത് അത് കഴിഞ്ഞ് അവന്റെ ലാപ്ടോപ്പിൽ അവനെന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കോളേജിലൊക്കെ ചെയ്യുന്ന പോലെ ഗെയിം കളിക്കാൻ പാടില്ല, സിനിമ കാണാൻ പാടില്ല, അല്ലെങ്കിൽ ലാബിൽ അങ്ങനെയൊന്നല്ല. അവൻ ഫ്രീ എൻവയോൺമെന്റിലാണ്, പക്ഷെ അവന് കുറേ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടാവും. ഈ ടാസ്കുകൾ അവൻ റിസർച്ച് എടുത്താണ്. റിസർച്ച് എടുത്താന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പോയിട്ട് വലിയ സംഭവം ഒന്നും റിസർച്ച് എടുക്കാൻ കൊടുക്കില്ല. നമുക്കൊരിക്കലും തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുകയൊന്നുമില്ല. നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകൾ കൊടുക്കും. അപ്പോൾ അവൻ ഈ ശരിക്കും പെഡഗോജിന്ന് ഇതിലോട്ട് മാറുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് മാറാൻ പറ്റിക്കഴിഞ്ഞാൽ, ആൻഡ്രാഗോജിലോട്ട് എത്താൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ലൈഫ് സെറ്റാണ്. അത് അനലിറ്റിക്കൽ തിങ്കിങ്ങിനെ കൂട്ടുക. അവനത് ആ പ്രോബ്ലംസ് വരുമ്പോൾ പ്രോബ്ലം സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്യുക. ഇന്ന് AI കൂടെ വന്നപ്പോൾ ഈസിയാണ് ഇത് കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ ആ ഒരു മെന്റാലിറ്റി മനുഷ്യൻ വെക്കാതിരുന്നത്. ഇപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാൻ എന്തും പഠിക്കാൻ അവസരമുണ്ട്. ഇന്നൊരു കോളേജിലോ ഒരു യൂണിവേഴ്സിറ്റിയിലോ പോകുന്നതിനേക്കാളും ബെറ്റർ ആണ് ഇന്ന് ഒരു ജെമിനിയിലോ ChatGPTയിലോ ക്ലോഡിലോ നമ്മൾ ഇരുന്നിട്ട് നമ്മളൊരു ടോപ്പിക്ക് ചോദിക്കുക, എനിക്ക് 10ാം ക്ലാസ് നോളജ് ഉള്ള ഒരാളെ പോലെ എനിക്ക് പറഞ്ഞു തരണം, 2ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻറ്റിനെ പോലെ പറഞ്ഞു തരണം, അല്ല പോട്ടെ ഡിഗ്രി ലെവലുള്ള ഒരാളെ പോലെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു സബ്ജക്റ്റ് AI പറഞ്ഞു തരും. പക്ഷെ നമ്മൾ ഇതിൽ ഇരിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഡിസിഷനാണ്. ഈ സംഭവമാണ് ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ ഞങ്ങളും മനസ്സിലാക്കിയതാണ്, അതായത് സ്റ്റുഡൻസിനൊന്നും പഠിക്കാൻ മെറ്റീരിയൽ ഇല്ലാണ്ടല്ല, സ്റ്റുഡൻസിനൊന്ന് റിസർച്ച് ചെയ്യാൻ സംഭവങ്ങളില്ലാണ്ടല്ല, അവിടെ ഒരു ഗൈഡൻസ് കൊടുക്കാനോ ആ സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അത് അതുപോലെ ഫോളോ അപ്പ് ചെയ്യുന്നത് ശരിയാണോ നോക്കാനോ ആരുമില്ല എന്നുള്ളതാണ്. ഈ കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് നമ്മളിവിടെ ഒരു ടീച്ചർ വന്നിരുന്ന് ഇന്ന് നമുക്കിത് പഠിക്കാം, എല്ലാവരും നോട്ട്ബുക്ക് തുറക്കൂ, എഴുതിയതെടുക്കൂ, ഇതൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഇവിടെ സർട്ടൻ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം നൽകുന്നതിന് പകരം ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിൽ ഇവർ റിസർച്ച് നടത്തും. ഈ റിസർച്ച് നടത്തിയ സംഭവം, ഫൈൻഡ് ചെയ്തുണ്ടാക്കിയ സംഭവം നമ്മൾ ഓരോ വീക്കിൽ ടെക് എക്സ്പീരിയൻസ് ഉള്ള ടെക്കീസ്, അവരുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മിനിമം 3 years എക്സ്പീരിയൻസ് ഉള്ള ടെക്കീസിന് ഞങ്ങളൊരു പൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ഗൂഗിൾ മീറ്റിൽ ഇവരോട് ഇന്റർവ്യൂ നടത്തുകയാണ് ചെയ്യുന്നത്. അവർ പാർട്ട് ടൈം ആയിട്ട് നമ്മളെ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു 2 ആഴ്ച ഓറിയന്റേഷനിലും ഈ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ഇവരെ സെലക്ട് ചെയ്യുന്നത്. അല്ല, ഈ 2 ആഴ്ചത്തെ ഓറിയന്റേഷൻ ഡിഫറെന്റ് രീതി, അത് ഒരു സെഷൻ പോലെ ഒരു സംഭവമാണ്. അതായത് അവർ ലൈഫ് മാറാനുള്ള ഇത് കഴിഞ്ഞ ശേഷം, ഇത് കഴിഞ്ഞ പ്രോഗ്രാമിലോട്ട് വരുമ്പോഴുള്ള പ്രോഗ്രാം കോഴ്സ് 1 വർഷമാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് അപ്രോച്ചാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പലർക്കും ഇഷ്ടപ്പെടില്ല. തുടക്കത്തിൽ ഞങ്ങൾ പഠിച്ച രീതിയല്ലല്ലോ. പഠിച്ച രീതിയല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടക്കത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ്. അതായത് എപ്പോഴും സ്റ്റാർട്ട്
സ്റ്റാർട്ടപ്സിന് എന്നും പ്രോബ്ലംസ് ആണല്ലോ. ഇപ്പൊ ഊബർ പണ്ട് വന്ന സമയത്ത് ഡ്രൈവർമാരായിട്ട് പ്രശ്നങ്ങൾ, അടി ഉണ്ടാക്കുക, അവിടെ ട്രിപ്പ് എടുക്കാൻ പാടില്ല, ഈ പ്രോബ്ലംസ് ഉണ്ട്. അതായത് എന്നും നാട്ടിൽ പുതിയൊരു സംഭവം വരുമ്പോൾ ആൾക്കാർ എതിർക്കും. അപ്പൊ ഇതുപോലെ ഞങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടീച്ചറില്ല പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ചാലഞ്ചിങ് ഫേസ് കരിയറിലെ ഭയങ്കരമായിട്ട് ഫേസ്. അതായത് ഞങ്ങൾ പ്രോട്ടോടൈപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എതിർപ്പുകളും അറ്റാക്കുകളും വന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് ഭയങ്കരമായിട്ട് അറ്റാക്കുകളായിരുന്നു. പക്ഷേ ഇതുപോലെ അതായത് ടീച്ചറില്ല പിന്നെ എന്തിനാ ഞാൻ അവിടെ പോകുന്നത്. ശരിക്കും ടീച്ചറെ വെച്ച് ഞങ്ങൾക്ക് ഇത് ആരാ പറഞ്ഞേ, കുട്ടികളോട് പറഞ്ഞ അമ്മയാണോ അച്ഛനമ്മമാരോട് പറഞ്ഞേ? കുറെ ആൾക്കാർ ഇവിടുന്ന് എന്താ പറയാ, ഇത് പഠിക്കാതെ മടി പിടിച്ച് പോയ ആൾക്കാരുണ്ട്. ഇവർ പറയുന്നത്, ഇവർ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, ഒന്നാന്ന് വെച്ചാൽ ഇവർ പഠിക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് റൂൾസ് ഉണ്ടായിരുന്നു കുറച്ച് തുടക്കത്തിൽ. ഇപ്പൊ ഞങ്ങൾ മാറ്റി, ഇപ്പൊ ഞങ്ങൾ പ്രോട്ടോടൈപ്പ് 2.0 എന്നുള്ള മോഡിലോട്ട് മാറി കുറച്ച് സ്ട്രിക്റ്റ് റൂളുകൾ മാറ്റി. ജെൻഡറും ജെൻസിയും ആയാലും ജെൻസി അപ്പൊ കുറച്ച് സ്ട്രിക്റ്റ് റൂള് കുറച്ച്. അന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങളിപ്പോ ഒരു വീക്കിൽ ടാസ്ക് കൊടുത്ത് ഇവന് ഈ വീക്കിൽ ടാസ്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും, അന്ന് ഞങ്ങള് മുന്നോട്ട് കടത്തി വിടൂല, രണ്ടാമത്തെ വീക്കിലോട്ട് കടത്തി വിടൂല. അപ്പൊ ഓരോ വീക്കും വെരി ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതാണ്, അതായത് ഞങ്ങളും ചിന്തിച്ചത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു സബ്ജക്റ്റിന്റെ ഒരു 1 വീക്ക് അവന് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ 6 മാസം പഠിക്കില്ലല്ലോ, ഒരിക്കലും അവനെ കൊണ്ട് പറ്റൂല. അപ്പൊ നമ്മളത് വളരെ ചില ആൾക്കാരില്ലേ പരീക്ഷ തലേദിവസം പഠിക്കുന്നത് ഉണ്ട്, പക്ഷെ അതൊരു കാണാതെ പഠിച്ച് എക്സാമിന് മാത്രം എഴുതണം. അത് പ്രാക്ടിക്കലി സ്കിൽഡ് അല്ല അവര്. നമ്മളൊരിക്കലും പെഡഗോജി അല്ല, വീണ്ടും നമ്മൾ ആൻഡ്രാഗോജിയാണ്. ഈ സിസ്റ്റം ആലോചിക്കണം. അപ്പൊ നമ്മൾ ആൻഡ്രാഗോജിയിലോട്ടുള്ള ട്രെയിനിങ് ആണ്, ആ ഒരു മെത്തേഡിലോട്ട് വരികയാണ്. അവനെ ഏത് കമ്പനി കയറിയാലും റിയൽ വേൾഡ് പ്രോബ്ലംസ് വന്നാൽ അത് ഫേസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റണം, എന്നാലേ ഇവന് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വാല്യൂ ക്രിയേറ്റ് ചെയ്യണം നമുക്ക്. അപ്പൊ അതിലോട്ട് വരാൻ അന്ന് ശരി മടിയുള്ള ആൾക്കാരാണ്. സോഷ്യൽ മീഡിയ വന്നിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് അതെങ്ങനെ ഓവർകം ചെയ്തു? അത് നമ്മൾ റിസൾട്ട് കൊണ്ട് ഓർക്കും. നമ്മള് തുടക്കത്തിൽ ഞാൻ പറയട്ടെ, തുടക്കത്തിൽ ഞങ്ങൾക്ക് ഒരു 15 പേരൊക്കെ ഉള്ള ബാച്ച് ഉണ്ടായിരുന്നു. ആ ബാച്ചില് പിള്ളേർ അല്ല കാലിക്കറ്റ്, എന്റെ വീട് മലപ്പുറം ആയതുകൊണ്ട് ഞങ്ങള് സൈബർ പാർക്കിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത്. അന്ന് ഞാൻ കോവിഡ് സമയത്താണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത്. നല്ല സമയമായിരുന്നു. അപ്പോൾ കോവിഡ് സമയത്ത് കുറച്ച് IT ഓഫീസുകളൊക്കെ തുറക്കാന്ന് പറഞ്ഞ സമയം ഉണ്ടായിരുന്നല്ലോ. ഒരു ഹോസ്പിറ്റൽ IT ഓഫീസൊക്കെ തുറക്കാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ID കാർഡൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പോകുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന വെച്ചാൽ പല കമ്പനീസിൻ്റെ ആൾക്കാർ. ഞങ്ങൾ അന്ന് മുതൽ ഈ മെൻറ്റാലിറ്റി ഉണ്ട് മനുഷ്യർ നമ്മുടെ നാട്ടിലെ 10,000, 15,000, 20,000 സാലറി മേടിച്ചുകൊണ്ടിരുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ട് കോളേജിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾക്ക്. അത് മാറ്റിയിട്ട് ഞങ്ങളൊരു 5 LP ആവറേജ് ആണ് ഇപ്പോൾ ഈ 2,300 സ്റ്റുഡൻസിന് ഞങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഇത് ഞങ്ങൾ അന്നേ പറയും. ഇത് പറയുന്നത് ഒട്ടുമിക്ക കമ്പനീസിന് ഇഷ്ടമല്ല കേരളത്തിലെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ കുറഞ്ഞ സാലറി ആയിരുന്നു അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഇവർ കൂടുതൽ സാലറി ചോദിക്കാൻ തുടങ്ങുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഈ മെത്തേഡിനെ കുറ്റം പറഞ്ഞിട്ട് വേറെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ടീച്ചറില്ല പിന്നെ എന്തിനാ അവിടെ പോകുന്നത്, പിന്നെ എന്തിനാ കാശ് കൊടുക്കുന്നത്, ഈ രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ ശരിയാണ്. ഇപ്പൊ നമ്മളിപ്പോൾ ഒരാളോട് പറയുകയാണെങ്കിൽ അവിടെ ടീച്ചർ ഒന്നുമില്ല പിന്നെ ഞാൻ എന്തിനാ ഫീസ് കൊടുക്കുക, ഈ ചോദ്യം ചോദിച്ചാൽ നോർമലാണ്, സാധാരണക്കാരെ സംബന്ധിച്ചോളം ശരിയാണ്, അത് ശരിയാണ്, കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ആ ടീച്ചർ വെച്ച് പഠിപ്പിക്കാൻ ഇന്നത്തെ കാലത്ത് വളരെ കോസ്റ്റ് കുറവാണ്. പല കോളേജുകളും കോംപ്രമൈസ് ചെയ്യണത് വേറെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷെ ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റിയിൽ വളരെ കുറഞ്ഞ സാലറിക്ക് ഇന്നലെ M.Tech കഴിഞ്ഞ ടീച്ചറെ വെക്കുക എന്നല്ലാതെ ആ ടീച്ചർക്ക് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉണ്ടോ, ആ ടീച്ചർക്ക് ഈ സബ്ജക്റ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടോ, ഇതൊന്നും നോക്കാതെയാണ് ടീച്ചേഴ്സിനെ വയ്ക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ സ്റ്റുഡൻസിൻ്റെ പ്രോബ്ലം. അപ്പോൾ നമ്മളത് ഉറപ്പിച്ചെന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ടീച്ചറെ വെച്ച് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതിനും ഒരു എക്സ്പീരിയൻസ് ഉള്ള ടെക്കീസിൻ്റെ ഗൈഡൻസിലൂടെ വേണം ചെയ്യാൻ. അപ്പോൾ ഈ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ 2.0 ഞങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്തു. ഒരു ടെക്കിയുടെ ഇനീഷ്യൽ വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടാസ്ക് കൊടുക്കുക മാത്രമല്ല അതിനെക്കുറിച്ച് ഒരു ഓവർവ്യൂ പറഞ്ഞു കൊടുക്കുക, ഒരു സെഷൻ ഉണ്ടായിരിക്കും, ഒരു ഡിസ്കഷൻ. ദെൻ അവർ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിലേക്ക് മാറ്റി. IT മാറി നോൺ IT ആൾക്കാർക്കും ചാൻസസ് ഉണ്ടോ ഇതിൽ? ഉണ്ട്. ഞങ്ങൾ റിസൾട്ട് അതാ പറയണത്. അതായത് 70% ആൾക്കാർ ഇവിടുന്ന് പ്ലേസ്ഡ് ആയി 2300 വേറെ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരാണ്. വേറെ IT നമ്മുടെ ഫീൽഡ് അല്ലാതെ BBA, BCom, +2 മാത്രം പഠിച്ച സ്റ്റുഡൻസ്, +2 മാത്രം പഠിച്ച സ്റ്റുഡൻസ് ഒരുപാട് പേര് 1 lakh മന്ത്ലി സാലറി ഫ്രഷറായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈവൻ 18 വയസ്സിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അന്ന് പ്ലേസ്മെന്റ് ആയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ നമ്മൾ ഫേസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി സ്കില്ലാണ് മാറ്റർ. ഇത് നമ്മളെ നമ്മുടെ കരിയറിൽ നമ്മൾ ഫേസ് ചെയ്തപ്പോൾ മനസ്സിലായതാണ്, സ്കില്ലാണ് മാറ്റർ. അവിടെ
നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ PG എന്ന് പറയുന്നതിന് പകരം സ്കില്ലുണ്ടോ, ആ വർക്കിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ലേൺ ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ടോ, പുതിയ കാര്യങ്ങൾ റിസർച്ച് എടുത്ത് പഠിക്കാൻ പറ്റുമോ. പക്ഷെ കുറച്ച് ധൈര്യം അധികമുള്ള ആളാണ് താങ്കൾ പറയേണ്ടത്. താങ്കളുടെ അഡ്വർടൈസ്മെന്റ് 100% പ്ലേസ്മെന്റ്സ്, അത് കുറച്ച് ധൈര്യം അധികമായിട്ട് പറയുന്നതാണോ അതോ അത് അച്ചീവ് ചെയ്താണോ? കുറച്ച് അഹങ്കാരമില്ലേ എനിക്ക് തോന്നില്ലായിരുന്നു. അതിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസർച്ച് എടുത്ത് പഠിക്കുക തന്നെ വേണം. ഇവിടെ നമ്മൾ ഒരിക്കലും കാണാതെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് അല്ല. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് നമ്മുടെ നാട്ടിൽ എന്തായാലും ജോലിയുണ്ട്. ഇത് എനിക്ക് ഫസ്റ്റ് ബാച്ച് എടുത്തപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇതിങ്ങനെ തന്നെ ആണോ, ഇതിങ്ങനെ തന്നെ നടക്കുമോ എന്നുള്ള പേടി. നമ്മളെ ലൈഫിലൊക്കെ നമ്മൾ ചെയ്തു. എൻ്റെ ഫാമിലിയിൽ പല കസിൻസിനൊക്കെ ഞാൻ ബിൽഡ് ചെയ്തു. എൻ്റെ ബ്രദർ BA ഇംഗ്ലീഷ് ആയിരുന്നു, ആളെ ഞാൻ ടെക്കിയാക്കി. അപ്പൊ ഇവരൊക്കെ സെറ്റ് ചെയ്തു. പക്ഷെ ഇതൊരു മാസ് ആൾക്കാർക്ക് കൊടുത്താൽ ഒരു 10, 20, 50, 100, 1000 കൊടുത്താൽ വർക്ക് ആവുക എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ബാച്ച് പുറത്തിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു സൈബർ പാർക്കിലൊക്കെ എതിർപ്പുണ്ടായിരുന്ന ആൾക്കാർ ഈവൻ നമ്മുടെ സ്റ്റുഡൻറ്റിനെ വിളിച്ചിരുത്തി പറഞ്ഞിട്ടുണ്ട്, എടാ അവിടെ വെറുതെയാണ്, നടക്കൂല. പഠിക്കുന്നതിനിടയിൽ സ്റ്റുഡൻറ്റിനോട് പറയാണ്. അവർക്ക് ഞാൻ റിസൾട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. 50,000, 60,000 സാലറി അവർ വെട്ടിയപ്പോൾ ആ പോസ്റ്റർ എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് മതി. അപ്പൊ അവർക്കത് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് ഇത് നമ്മുടെ നാട്ടിലൊരു തോട്ടായിരുന്നു, നടക്കൂല എന്നുള്ളത്. നമ്മൾ ഇത് ഇവരെ മേക്ക് ചെയ്യാണ്, വേറെ ഏത് ഫീൽഡിലെ ആൾക്കാരെ മേക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പൊ അതിന്റെ റിസൾട്ടിലുള്ളൊരു സന്തോഷമാണ്. പക്ഷേ 70% ആൾക്കാർക്ക്, വേറെ ഫീൽഡിലെ ആൾക്കാർക്ക് ഞങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്. അതാണ്. പക്ഷേ കമ്മിങ് ടു AI ഏജന്റിക് AIയും ജനറേറ്റീവ് AI അല്ലെങ്കിൽ ക്ലോഡിങ് എത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ വെരി ഈസിലി അവൈലബിൾ ഉണ്ടാവും. അതിൻ്റെ സ്കില്ലിങ്. അപ്പോൾ കോഡിങ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇസ് ഇറ്റ് ടു ലേറ്റ് നൗ അതോ അതെങ്ങനെയാണ്? ഇപ്പോൾ ഇനിയൊരു വലിയൊരു ട്രാൻസ്മിഷൻ ടൈമാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഞങ്ങൾ ചാനൽ 2020 കോവിഡൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നത് കോഡിംഗ് ആയിരുന്നു, പ്യൂർലി പ്രോഗ്രാമിംഗ്, ജാവ, പൈത്തൺ, Node.js, .NET ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് അത് ഭയങ്കരമായിട്ട് മാറി. ഇന്ന് അവൻ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണെന്ന് പോലും അവൻ അറിയേണ്ട ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണം. ഇന്നിപ്പോൾ ഞാൻ പോലും ഇന്ന് എനിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ കയറിയിട്ട് ക്ലോഡ് കയറുന്നു, എനിക്ക് വേണ്ട എന്ന രീതിയിലെ പ്രൊജക്റ്റാണ്, പ്രൊജക്റ്റ് ഫുൾ ഡിസൈൻ ഞാൻ പറയും. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ ഞാൻ ജെമിനി കയറിയിട്ട് ഇംഗ്ലീഷ് നന്നായിട്ട്, മലയാളത്തിൽ നന്നായിട്ട് പറയാലോ, ഞാൻ ജെമിനി കയറിയിട്ട് ഞാൻ മലയാളത്തിൽ ഞാൻ സംസാരിക്കും. എനിക്ക് ഇങ്ങനെ തന്നെ സോഫ്റ്റ്വെയർ വേണം, ഈ സോഫ്റ്റ്വെയർ ഇന്ന ഫീച്ചേഴ്സ് വേണം, ഇന്ന കാര്യങ്ങൾ വർക്ക് ചെയ്യണം, എന്നെ ഫുള്ള് ഞാൻ മലയാളത്തിൽ പറയും. എന്നിട്ട് ഞാൻ ജെമിനിയോട് പറയും എനിക്ക് ഇതിൻ്റെ ഫുൾ ആർക്കിടെക്ചറൽ ഡിസൈൻ തരാൻ പറയും, ഫുൾ തരാൻ പറയും. അപ്പോൾ അത് ഫുള്ള് ഡിസൈൻ ചെയ്ത് സ്ക്രിപ്റ്റായിട്ട് തരും. ഈവൻ ഞാൻ പറയും ക്ലോഡിൽ കൊടുക്കാനാണെന്ന് പറയും. അത് ക്ലോഡിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ക്ലോഡിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലോഡ് പക്ഷെ പെയ്ഡുമാണ്, ടോക്കൺ ഉണ്ട്, കുറച്ച് പേയ്മെന്റ് ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഫ്രീ ആയിട്ടുള്ള ടൂൾ, ആന്റി ഗ്രാവിറ്റി ഒക്കെ ഉണ്ട്, ഗൂഗിളിൽ തന്നെ ടൂളുണ്ട്, അതിനും ചെയ്യാം നമുക്ക്. പക്ഷെ ഞാൻ കുറച്ചുകൂടി എനിക്ക് കംഫർട്ട് ക്ലോഡ്, അപ്പൊ ഞാൻ ക്ലോഡ് എടുക്കും. എന്നിട്ട് ഇതെടുത്ത് അങ്ങ് കൊടുത്താൽ മതി, ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് തരാണ്. പക്ഷെ ഇത് കേൾക്കുമ്പോഴേ പലരും ചിന്തിക്കും അപ്പൊ പിന്നെ എന്തിനാണ് ഇനി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഇനി അവർക്ക് ജോലി ഉണ്ടാവോ എന്ന് ചോദിക്കും. അവിടെ ഒരു മാറ്റം എന്താന്ന് വെച്ചാല് ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഇന്നൊരു വീട് ഡിസൈൻ ചെയ്യാൻ ഈ ജെമിനി മതി. നിങ്ങൾക്ക് ഒരു 3 BHK ഒരു ഹോം, ഒരു അപ്പാർട്ട്മെന്റ് ഡിസൈൻ ചെയ്യണമെന്ന് വിചാരിക്കുക, ഈ ജെമിനി മതി. പക്ഷെ നിങ്ങളൊരു വീട് ഉണ്ടാക്കുമ്പോൾ ജെമിനി യൂസ് ചെയ്ത് വീട് ഉണ്ടാക്കും, റിയൽ വീട് ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ല. വേണേ സാമ്പിൾ ആയിട്ട് വേണേൽ ചെയ്യാം, അല്ലേ? ഹ്യൂമൻ വേണം എന്ന് വെച്ചാല് അത് മാത്രല്ല, നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും, പോസിബിൾ ആണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരാളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ടെക്കും നമ്മൾ തന്നെ ചെയ്യുക, അതിന്റെ അക്കൗണ്ടിങ്ങും നമ്മൾ തന്നെ ചെയ്യുക, എല്ലാം നമ്മൾ ചെയ്യൂലല്ലോ ഒരിക്കലും. നമ്മളെപ്പോഴും സെർട്ടൺ, അതായത് ആ നോളജുള്ള ആൾക്കാരുണ്ട്, അതിനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അവരെ നമ്മൾ ജോലി ഏൽപ്പിക്കുള്ളൂ, അല്ലേ? എന്നാലും നമുക്കൊരു സാധനം ബിൽഡ് ചെയ്യാൻ ഒരാളൊറ്റയ്ക്ക് ഒരു കമ്പനി ബിൽഡ് ചെയ്യാൻ ചെയ്യാൻ പറ്റും. അയാൾ ഈ എഫേർട്ട് ഒക്കെ എടുക്കുക. അപ്പൊ അയാൾ അക്കൗണ്ടിങ്, ഇപ്പൊ നമ്മളൊക്കെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അക്കൗണ്ടിങ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ലെവൽ നമ്പർ കൂടുമ്പോൾ ഈ നമ്മൾ ട്രാൻസാക്ഷൻ, GST, ഫയലിംഗ് ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അക്കൗണ്ടിങ് ടീമിനെ ആഡ് ചെയ്യേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് ചെറിയൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വെക്കാൻ നമുക്ക് ഇന്നിപ്പോൾ എന്ത് മതി, AI മതി. പക്ഷെ അത് റിയൽ പ്രൊഡക്റ്റ് ആയിട്ട് വലിയൊരു കമ്പനി ആക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണം, അതിൽ ഫോക്കസ് ചെയ്യുന്ന ടെക്കി സൈഡിലുള്ള ആൾക്കാരുണ്ടായാലേ ഇവര് ഈസി ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. ഇന്ന് കോഡ് ചെയ്യാന്ന് വെച്ചാൽ കോഡല്ല ചെയ്യുന്നത്, പ്രോംപ്റ്റിലൂടെ പറഞ്ഞു കൊടുത്ത് ഫീച്ചർ പറഞ്ഞെടുക്കുക. പക്ഷെ എന്നാൽ പോലും എന്താണ് ആ നോളജ് ഉള്ള ആൾക്കാരുണ്ടായാലും പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹോമിന്റെ ഒരു എക്സാമ്പിൾ പറയാം.
ഒരു 3 BHK ഹോം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസൈൻ തരും. പക്ഷെ അതിൽ ഇന്ന സ്റ്റൈൽ വേണം, ഇന്നത് വേണം, ഇവിടെ ആയിരിക്കണം പ്ലഗ് വേണ്ടത്. നമുക്ക് അതിന് പോലും ഡിസൈൻ അറിയുന്ന ആൾക്കാരുണ്ട്. നമുക്കൊരു ചെയറിൽ ഇരുന്ന് ഇങ്ങനെ പ്ലഗ് ഓൺ ചെയ്യാൻ പറ്റുന്നതും ഇങ്ങനെ പോയിരുന്നിട്ട് ഓൺ ചെയ്യാൻ പറ്റുന്നതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു വാഷ്റൂം ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ അതിൽ തിങ്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ആ ഫീൽഡിനെ കുറിച്ച് ലേണിംഗ് ഉള്ള ഒരാളുണ്ടായാൽ അയാൾക്ക് ഒന്നൊരു ബെറ്റർ ആയിട്ട് ഈ ഹോം ഡിസൈൻ ചെയ്ത് തരാൻ പറ്റും. അസിസ്റ്റിംഗ് ആണ് ശരിക്കും പറയാ. അപ്പോൾ ആ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അതാ മനസ്സിലാക്കേണ്ടത്. AI കൊണ്ട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം എന്ന് വെച്ചിട്ട് എല്ലാവരും ഇരുന്നിട്ട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പോണില്ല ലോകത്ത്. എപ്പോഴും അത് എന്ത് ചെയ്യും, ഡെലിഗേറ്റ് ചെയ്യാണ് ചെയ്യുക. കമ്പനീസോ അല്ലെങ്കിൽ ലീഡേഴ്സ് ഡെലിഗേറ്റ് ചെയ്തിട്ട് അതിന് സർട്ടൺ സ്കില്ലുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ തിങ്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യിപ്പിക്കുള്ളൂ. ഇവിടെ നമ്മളൊരു വീട് എടുക്കുകയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് മാത്രമല്ല, ഇനി IT ജോലി കൂടുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നും ടെക്നോളജി അപ്ലൈ ചെയ്യാത്ത ഒരുപാട് ബിസിനസ്സുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോഴൊരു വെബ്സൈറ്റ് ഇല്ലാത്ത, ഇപ്പോഴും മൊബൈൽ ആപ്പിലൂടെ പോലും കൺട്രോൾ ചെയ്യാത്ത, റിപ്പീറ്റേറ്റീവായിട്ട് വീണ്ടും ടാസ്കുകൾ ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകളും ഒരുപാട് കാര്യങ്ങളും നമ്മുടെ ചുറ്റിലും ഇന്ന് നടക്കുന്നുണ്ട്. മെജോറിറ്റി എങ്ങനെയാണ് നടക്കുന്നത്, അല്ലേ? നമ്മുടെ ചുറ്റിലും മെജോറിറ്റി എങ്ങനെയാണ് നടക്കുന്നത്, ബിസിനസ്സുകൾ ഒരുപാട്. അത് ഒരുപാട് ഇനിയും ട്രാൻസ്ഫോർമേറ്റ് ചെയ്യാനുണ്ട്. AI വരുമ്പോൾ അതിൻ്റെ തോത് കൂടും. അതുപോലെ കമ്പനി തുടങ്ങാനുള്ള ചാൻസസ്, സ്റ്റാർട്ടപ്സ് തുടങ്ങാനുള്ള ചാൻസസ് കൂടും. പെട്ടെന്നൊരാൾക്ക് കമ്പനി തുടങ്ങാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ കമ്പനികളുടെ എണ്ണം കൂടുക, ആ ഓട്ടോമാറ്റിക് ആയിട്ട് ജോലികളുടെ എണ്ണം കൂടുക. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷെ ജോലി ചെയ്യുന്ന രീതി മാറും. പറഞ്ഞാണ് ജാവ ഇരുന്ന് കോഡ് ചെയ്യണ്ട, പൈത്തൺ നിന്ന് കോഡ് ചെയ്യണ്ട, ഇതൊന്നും പഠിക്കേണ്ടി വരില്ല. പക്ഷെ നമുക്ക് ആ ഒരു ഇൻഡസ്ട്രിനെ കുറിച്ചുള്ള നോളജ് വേണ്ടി വരും. അതായത് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഫണ്ടമെന്റൽസ്, എങ്ങനെയാണ് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ്, ഈ ഡാറ്റ എങ്ങനെയാണ് പോകുന്നത്, ഒരു മൊബൈൽ ആപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെ ഡാറ്റ സെർവർ പോയിട്ട് എങ്ങനെ വരിക, ഒരു ചാറ്റ് നടക്കുമ്പോൾ അഡീഷണൽ ഒരു ഡിഗ്രി മാറി നോക്കിയാൽ മതി, ഒരു ഹയർ എഡ്യൂക്കേഷൻ മാറി നോക്കിയാൽ മതി. ഒരു സ്കില്ല് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രി സ്പെഷ്യലൈസ് ചെയ്തുള്ള നോളജ് ഉണ്ടാവുക. പിന്നെ നല്ല രീതിയിൽ AI യൂസ് ചെയ്യാൻ പഠിക്കുക. അതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഇൻഡസ്ട്രി സ്പെഷ്യലൈസ്ഡ് നോളജ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം വേണ്ടത്. ഇപ്പോൾ ഈ തുടങ്ങിയിട്ട് 6 കൊല്ലമായില്ലേ പ്രോട്ടോടൈപ്പ്? അത് തുടങ്ങിയ ഈ ബ്രോ ക്യാമ്പ് ഞാൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അതെന്താ ബ്രോ ക്യാമ്പ്, എന്താ സിസ്റ്റർ ക്യാമ്പ് ഇല്ലാത്ത? അത് പലരും ചോദിച്ചിട്ടുണ്ട്. പലരും വിചാരിക്കും ഇത് ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ആൺകുട്ടിയെ കുറിച്ച് ഒരു പെൺകുട്ടി ഇരിക്കുന്നു. അപ്പൊ അതെന്താ ബ്രോ ക്യാമ്പ്? ബ്രോട്ടോടൈപ്പ്. ആരെ പേരിട്ട്? നമ്മൾ തന്നെ ഇട്ടതാണ്. ഒരു കോഫൗണ്ടർ ആയിട്ടുള്ള ഫൈസലാണ് ആ പേര് സജസ്റ്റ് ചെയ്ത്. നമ്മള് പ്രോട്ടോടൈപ്പ് എന്നുള്ള പേരുണ്ട്. ഇത് ബ്രദർ പ്ലസ് പ്രോട്ടോടൈപ്പ് ആണ്. നമ്മൾ ഉദ്ദേശിച്ചതാണ് സ്കില്ല് ഡെവലപ്പ് ആ രീതിയിലാണ് ആണ്. അല്ലാതെ വരുന്ന ആൾക്കാര് ആൺകുട്ടികളോ പെൺകുട്ടികളോ എന്നുള്ള കമ്പാരിസൺ അല്ല. ശരി, ഇത് തുടങ്ങാനുള്ളൊരു ഉത്തേജനം എന്തായിരുന്നു? താങ്കൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു 32ഓളം പേപ്പർ സപ്ലി ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ പണ്ടൊന്നും ഞാൻ പറയാറില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. അതെ, പണ്ട് അല്ല, അന്ന് അപ്പൊ ആൾക്കാര് എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നേരെയാവില്ല എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നിന്നും ഹോങ്കെ കാമിയാബ് എന്നൊരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞതാണ്. ഈ നമ്പർ വീട്ടുകാർ അറിഞ്ഞ 4-5 വർഷം കഴിഞ്ഞിട്ടാണ്. അതുപോലെ എന്നോട് ചോദിക്കും, നീ ശരിക്കും പാസ്സായിട്ടുണ്ട്? ഞാൻ പറയും നമ്പർ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അവിടുന്ന് അത് വേറെ ഓഫീസിൽ പോയി ജോലി എടുത്തിട്ടുണ്ടോ, ഡയറക്ട്ലി? ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വെച്ചാൽ കോളേജ് ലാസ്റ്റ് പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഇന്റേൺഷിപ്പ് പോലെ ഒരു പ്രൊജക്ട് സെന്ററിൽ ചെന്ന സമയത്ത് അവിടെ ഞാൻ ഒരു രസകരമായിട്ട് അവിടുത്തെ പ്രൊജക്ട് എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. അതേസമയം ഞാൻ ലീഡ് ചെയ്തിട്ട് എന്റെ ടീമിനെ കൊണ്ടുപോയിട്ട് ചെയ്യിപ്പിച്ചെടുത്ത് എനിക്ക് ഡെലിഗേഷൻ പറ്റും. അപ്പൊ എനിക്ക് അന്ന് ഭയങ്കര ആഗ്രഹം വലുതായിരുന്നു. പക്ഷെ എന്താണ്, പണിയെടുക്കാൻ ശരി മടിയായിരുന്നു. കണ്ടോണ്ടിരിക്കുന്ന കുറെ ഐ.ടി.കാര് മാനേജർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ ആ കമ്പനി തന്നെ എനിക്ക് എന്ത് ചെയ്ത് അവസരം തരാണ് ചെയ്തത്. ആ കമ്പനി തന്നെ എന്നോട് ചോദിച്ചു, എന്നെ വിളിച്ച് ചോദിച്ചാൽ എല്ലാവരും പ്ലേസ്മെന്റ് ഒക്കെ നോക്കുക. എനിക്ക് എന്തായാലും ഒരുപാട് പേപ്പർ ഉണ്ട്. അപ്പോൾ എനിക്ക് ചുമ്മാ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയേ അല്ല, പ്രൊജക്ട് ചെയ്യാനാണ് പോയത്. ഇന്റേൺഷിപ്പ് ലാസ്റ്റ് ഇയറിൽ പ്രൊജക്ട് ഉണ്ടാവല്ലോ. അപ്പോൾ ആ പ്രോജക്റ്റ് ചെയ്യാൻ പോയ സമയമാണ്. അപ്പോൾ മറ്റുള്ള എല്ലാവരും പോയിട്ട് ഇൻ്റർവ്യൂ ട്രെയിനിങ്, മറ്റേ നമ്മളെ GD ട്രെയിനിങ്, അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ട്രെയിനിങ്. എനിക്കിതൊന്നും പോയിട്ട് കാര്യമില്ല. എത്രയും സപ്ലിമെൻ്റ് ആയിട്ട് ഇനിയിപ്പോൾ എന്തായാലും പ്ലേസ്മെൻ്റ് ഒന്നും കിട്ടില്ല. അപ്പം നമ്മൾ ചുമ്മാ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രൊജക്ട് സെൻ്ററിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിച്ച്, നീ എന്താ പരിപാടി എന്താ ചോദിച്ചു. ഞാൻ പ്രത്യേകിച്ച് ഇത്രയും സപ്ലൈ ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, പാസ്സാവണം. അപ്പോൾ എന്നോട് പറഞ്ഞേ ഇങ്ങോട്ട് വരുന്നോന്ന് ചോദിച്ചു. അപ്പം ഞാൻ
അന്ന് എൻ്റെ ക്ലാസ്സിൽ ആർക്കും ജോലി കിട്ടിയിട്ടില്ല. അപ്പൊ എന്നോട് ഇങ്ങനെ ജോലി ഓഫർ ചെയ്യാണ്. സാലറി ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചോളം എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യണല്ലോ, വീട്ടിൽ പോയി പറഞ്ഞല്ലോ. എന്തായാലും. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യണത്, എനിക്ക് 2500 റുപ്പീസിനാണ് ഞാൻ ഫസ്റ്റ് ഇത് തുടങ്ങുന്നത്. അത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് ശരിക്കും എനിക്ക്, അവിടെ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് അവിടുത്തെ എല്ലാ സീനിയർ സ്റ്റാഫോടും മൂവ് ചെയ്യണ സിറ്റുവേഷൻ. കളമശ്ശേരിയിലായിരുന്നു ലക്ഷ്മി ഇൻഫോടെക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട് സെന്റർ തന്നെയാണ്. അവിടെയാണ് നമ്മള് ശരിക്കും ഞാൻ ലേൺ ചെയ്യാൻ തുടങ്ങി. ലേൺ ചെയ്യാൻ അവിടെ നിന്ന് വെച്ചാല് അന്ന് ആൻഡ്രോയിഡ് ഒക്കെ പുറത്തിറങ്ങുന്ന ടൈം. ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. ആൻഡ്രോയിഡ് എന്നുള്ള വേർഡ് അറിഞ്ഞിട്ടില്ല. 2010 ഈ ആൻഡ്രോയിഡ്, 2009 ആൻഡ്രോയിഡ് റിലീസ് ചെയ്യുന്നത്. ജനങ്ങളെല്ലാവരും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ക്ലൗഡ് എന്നൊക്കെ ഇപ്പൊ പറയുന്ന പോലെ. അപ്പൊ എല്ലാവരും അറിയാന്ന് വെച്ചാൽ എല്ലാവരും അറിയില്ല, കേട്ടിട്ടുണ്ട് അവിടെ ഒരു വേർഡ്, അങ്ങനത്തെ ഒരു സംഭവം. അങ്ങനെ ഞാൻ ആൻഡ്രോയിഡൊക്കെ പഠിച്ചെടുത്ത് അങ്ങനെ സ്വന്തമായിട്ട് റിസർച്ച് എടുത്ത് യൂട്യൂബും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇത് എന്താ പറയാ, ഒരു വഴിയില്ലാത്തോണ്ട് ചെയ്തതാണ്. പലർക്കും വഴിയാക്കി കൊടുത്തില്ല. നമ്മള് ഡേ നൈറ്റ് ഇരുന്ന് വർക്ക് ചെയ്ത്. അപ്പൊ നമ്മള് ആ ഒരു എനിക്ക് മനസ്സിലായി, എനിക്ക് എന്നെ കൂടെ കാണാൻ പഠിച്ചത് എഴുതാൻ. എനിക്ക് ഒന്നാമത് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഗ്യാപ്പുണ്ട്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ എനിക്കൊരു സാധനം മനസ്സിലായ പോലും അത് ഇംഗ്ലീഷിൽ എഴുതാൻ ഭയങ്കര പാടായിരുന്നു. അപ്പൊ എനിക്ക് ഒന്നെങ്കിൽ അത് ഇംഗ്ലീഷ് സെന്റൻസ് അതുപോലെ കാണാൻ പഠിക്കണം, അപ്പൊ ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല. അപ്പൊ ഇങ്ങനെ കുറെ പ്രോബ്ലംസ്. എനിക്ക് ലാബ് ഒന്നും ഞാൻ ഫെയിൽ ആവില്ല. എനിക്ക് അങ്ങനെയുള്ള കുറെ സബ്ജക്റ്റുകളുണ്ട്. എനിക്ക് എഴുത്ത് പ്രശ്നമാണ്. അല്ലെങ്കിൽ എനിക്ക് ലാബ്, പലരും പേടിക്കുന്ന കുറെ സബ്ജക്റ്റുകളുണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അതേസമയം തിയറി ആയിട്ട് കാണാതെ പഠിച്ച് എഴുതേണ്ട കുറെ പേപ്പർ ഉണ്ടാവും. ഇതൊന്നും എനിക്ക് പറ്റൂല. ഇങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു രീതിയിൽ പഠിച്ച് നമ്മൾ ആ റിസർച്ച് എടുത്ത് പഠിച്ചു. അങ്ങനെ നമ്മൾ കുറെ കാലം വർക്ക് ചെയ്തു, ഒരു 5-8 വർഷം വർക്ക് ചെയ്തു. പറ്റിയതിനൊക്കെ ഞാൻ പല രീതിയിൽ പല കോളേജിൽ സെഷൻസ് എടുക്കാൻ പോകും. അപ്പോൾ ഇവിടെയൊക്കെ പഠിപ്പിക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ശരിക്കും പേടിയുള്ള പ്രസന്റേഷൻ. ഇംഗ്ലീഷ് അറിയാത്ത ഒരാള്, കോളേജ് പാസ്സാകാത്ത ഒരാള്, കോളേജിൽ ഒരു സെമിനാർ പോലും എടുക്കാത്ത ഒരാള്, സെമിനാർ എടുക്കാൻ മുങ്ങിയെടുത്തിട്ട് അവസാനം എന്നോട് സ്റ്റാഫ് റൂമിൽ വന്ന് പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് എനിക്ക് മാർക്കിട്ട ടീച്ചേഴ്സ് വരെ ഉണ്ട്, ഗതി കെട്ടിട്ട് ടീച്ചേഴ്സ്. അപ്പോൾ അതായത് അങ്ങനെങ്കിലും പോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ, അതായത് എൻ്റെ അവസ്ഥ കോളേജിൽ. അപ്പോൾ ഒരിക്കലും എനിക്ക് പ്രസന്റ് ചെയ്യാനോ ഒരാളെ മുന്നിൽ വരാനോ തീരെ ധൈര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ശരിക്കും പ്രസന്റേഷൻ പഠിക്കുന്നത്. എനിക്ക് ആ സാർ എന്ന് ഓർമ്മ, സുരേഷ് സാറ് മിലിറ്ററിയാണ്. അപ്പൊ ആള് ഭയങ്കരമായിട്ട് എന്നോട് പറഞ്ഞു, കയറി പോടാത്തെന്ന് പറയും. ഞാൻ പറയും എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ പോയിട്ട് സംസാരിക്കും, പിള്ളേരെല്ലാം കൂടി ചിരിക്കുക, എന്റെ ഈ സൗണ്ട് ഇടണന്നതും എല്ലാം കൂടി കേട്ടിട്ട്. അതായിരുന്നു എന്റെ അവസ്ഥ. അപ്പൊ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അതല്ല ആ അവസ്ഥ ഭയങ്കര പ്രശ്നം. അങ്ങനെ 5-6 തവണ ഞാൻ റിസൈൻ ചെയ്യാൻ ഞാൻ പോവുകയാണ് വീട്ടില്. എന്നോട് പറഞ്ഞു എന്നെ വില മോശമാക്കുന്നില്ല. ഞാൻ കോളേജിലെ സ്റ്റുഡൻസിനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. എന്നെ മോശമാക്കുന്നില്ല, ഇന്ന് പോയാല് ഞാൻ തീർക്കുന്ന ആ ലെവലിൽ സംസാരം. എന്നെ സംബന്ധിച്ചോളം ഞാൻ പോവാണ്, ഞാൻ കരയണ സിറ്റുവേഷൻ ആയി. അങ്ങനെ ഞാൻ പിന്നെയും കയറ്റി വിട്ടു. അങ്ങനെയാണ് ഞാൻ ശരിക്കും പ്രസന്റേഷൻ പോലും തുടങ്ങുന്നത്. പക്ഷെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് എനിക്ക് മനസ്സിലായി വെച്ചാൽ ഏതൊരു മനുഷ്യനും ഏത് പ്രായത്തിലും ചേഞ്ച് ചെയ്യാന്ന് മനസ്സിലായി. നമ്മൾ അതുവരെയുള്ള സിറ്റുവേഷൻ എപ്പോ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ, അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറിക്കോളും. അപ്പോൾ ഈ രീതിയിൽ ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി പലർക്കും ഈ കോളേജുകളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ അതേ അവസ്ഥയാണ് കോളേജുകളിലുള്ളത്. ഇത് മാറ്റണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾറെഡി തുടങ്ങി നമ്മൾ കൊച്ചിയിൽ പോയിട്ട്. അതിൽ 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഫിനാൻഷ്യലി ഞങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല, സെല്ല് ചെയ്യാൻ അറിയില്ല, ഞങ്ങൾ പൂട്ടിപ്പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ജോലിയിലോട്ട് കയറി. പിന്നെ ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യാൻ കയറി. അത് കഴിഞ്ഞ് ഞാൻ ഒരു 1 ഇയർ ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 1 ഇയർ ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ധാരാളം ഉണ്ട്. അങ്ങനെ കമ്പനികളിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ഇതുപോലെ ഇൻ ബിറ്റ്വീൻ ഒക്കെ എനിക്ക് സെഷൻസ് എടുക്കാൻ പോകാൻ ഇഷ്ടമായിരുന്നു. അതുപോലെ ഗൂഗിളിന്റെ പല പ്രോഗ്രാമുകൾ, GDGയുടെ ഓർഗനൈസർ ആയിട്ട് ഞാൻ വർക്ക്, ഗൂഗിൾ ഡെവലപ്പർ ഗ്രൂപ്പ് പറഞ്ഞ കൊച്ചി ഓർഗനൈസേഷൻ, നമ്മൾ അതിന്റെ കോർഡിനേറ്ററായി. അതുപോലെ കേരള JS കമ്മ്യൂണിറ്റി, അങ്ങനെ പല കമ്മ്യൂണിറ്റി പരമായിട്ട് ഒരുപാട് പേരെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അവസാനം ഞാൻ തന്നെ സ്വന്തമായിട്ട് ഒരു NGO തുടങ്ങി, പിങ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. അത് ഫ്രീ ആയിട്ട് ടെക് എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കാന്നുള്ളത്. ഇത് കൊടുത്തപ്പോഴും ഞങ്ങൾ മനസ്സിലാച്ചാൽ ഇതിനൊന്നും വാല്യൂസ് തരുന്നില്ല. അതായത് ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ആൾക്കാർക്ക് ഒന്നാമത് അതൊന്നും വലിയ വാല്യൂ ഇല്ലാത്ത പ്രോഗ്രാമായിട്ട് തോന്നുക. അപ്പോൾ ഞാൻ 1.5 വർഷത്തോളം പിങ് ഫൗണ്ടേഷൻ നടത്തി വെക്കും. ഞാൻ വേറെ സ്റ്റാർട്ടപ്സുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇൻ ബിറ്റ്വീൻ ഞായറാഴ്ചകളിലൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, സൈബർ പാർക്കിൽ കുറേ ആൾക്കാരെ വിളിച്ചു വരുത്തി സെഷൻസ് കൊടുക്കും. പക്ഷെ അവിടെ ഒരു പ്രശ്നം വെച്ചാൽ ഒരു 30 പേര് തലേന്ന് വരെ കമ്മിറ്റ് ചെയ്താലും ഫ്രീ ആയതുകൊണ്ട് പിറ്റേന്ന് ഒരു 5 പേരോ 8 പേരോ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ നമ്മൾ ഒരുപാട് എഞ്ചിനീയേഴ്സിനെ വിളിച്ചു വരുത്തി ട്രെയിനിങ് കൊടുക്കാൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ സ്പേസ് ഒക്കെ നമ്മൾ പല കമ്പനീസിനോട് പോയി ചോദിച്ചു അവസാനം സ്പേസ് റെഡി ആക്കി ഉണ്ടാവും സെഷൻ കൊടുക്കുക.
അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരും ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കുന്നില്ല. അതൊരു ഫ്രീ ലഞ്ച് എന്ന് പറയും. അത് നമുക്ക് എന്താ പറയാ, വളരെ വാല്യൂ ആഗ്രഹിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നത്. അവർക്ക് കൊടുക്കന്നെ വേണം, കൊടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, കൊടുക്കന്നെ വേണം. പക്ഷെ അതേസമയം ഒരു മെജോറിറ്റി ആൾക്കാരും ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് വലിയ വാല്യൂ കാണില്ല. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ എന്ത് ചെയ്യണത്, ശരിക്കും ഈ ഒരു സിസ്റ്റം മാറ്റണം എന്നൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചതും ഒരു വെബ് ആപ്ലിക്കേഷനോ ഒരു മൊബൈൽ ആപ്പോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ യൂഡമിയോ കോഴ്സറിയോ ഒക്കെ പോലെ ഒരു ആപ്പ് ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല. അതിൽ നിന്ന് മാറ്റം വരുത്തി എന്ത് ചെയ്യുക. അങ്ങനെയാണ് ഞങ്ങളൊരു ഫിസിക്കൽ ലൊക്കേഷനിൽ സ്റ്റുഡൻറ്റ് വരണം. വരണം വെച്ചാൽ ഓൺലൈൻ കോഴ്സിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം ഇന്നൊരു ഓൺലൈൻ കോഴ്സ് ഞാൻ തുടങ്ങി, 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ച് ആ ആപ്പ് ക്ലോസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞ്. അതേസമയം വീട്ടിൽ നിന്ന് ഒരു കുട്ടി ഒരു കോഴ്സിന് പോവുകയാണെന്ന് പറഞ്ഞാൽ പോയിട്ട് ശ്രദ്ധയുണ്ട്, അവന് പോകാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അവന് നിർത്താൻ ഭയങ്കര പാടാവും. ഒന്ന് സോഷ്യൽ പ്രഷർ ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ ഓഫ്ലൈനിലായിട്ട് കോഴ്സ് ചെയ്ത്, ഓഫ്ലൈനിൽ വന്നിരിക്കണം, പക്ഷെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഒരു മോഡലും ഇല്ല. അപ്പൊ ഡിഫറെന്റ് രീതിയാണ്. അത് പറഞ്ഞാൽ അവിടെ ഇപ്പൊ നമുക്ക് കോഴിക്കോടുണ്ട്, കൊച്ചിയുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, ബാംഗ്ലൂരുണ്ട്, കോയമ്പത്തൂരും ചെന്നൈയിലുണ്ട്. നമ്മുടെ OMR. അപ്പൊ ഒരു കുട്ടി സാധനം വരുമ്പോ താങ്കൾക്ക് താങ്കളുടെ ഒരു ബാല്യമാണ് കയറി വരുന്നതെന്ന് തോന്നാറുണ്ടോ? ഒരുപാട് പേരുണ്ട് അതിലിവിടെ ഫേസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ മിണ്ടാൻ പേടിയുള്ള ആൾക്കാർ. നമ്മൾ ചെയ്തിരിക്കുന്ന രീതി എന്താ വെച്ചാൽ, ഇപ്പോൾ കമ്പനികളിൽ ഞങ്ങൾ പലതവണ വിസിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പ്ലേസ്ഡ് ആയ കുട്ടികളുടെ കമ്പനികളിൽ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടി പല ഫൗണ്ടേഴ്സിനെ ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, അവരോട് നെറ്റ്വർക്ക് ചെയ്യുക, ഞങ്ങൾക്ക് ബിസിനസ്സിൽ ഒരുപാട് നോളജ് ചിലപ്പോൾ പറഞ്ഞു തരാനുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് പർപ്പസും ഉണ്ട്. രണ്ടാമത് ഈ കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മുടെ മലയാളികൾക്ക് ലാക്ക് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മലയാളികൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിട്ടല്ല, സംസാരിക്കാനുള്ള ഒരു മടിയുണ്ട് കൂടുതലായിട്ട്. അത് ഭയങ്കരമായിട്ട് മറ്റുള്ള സ്റ്റേറ്റിനേക്കാളും കൂടുതൽ നമുക്ക് സംസാരിക്കാനുള്ള മടിയുണ്ട്, നന്നായിട്ടുണ്ട്. അത് കുറേയൊക്കെ മാറിയുണ്ട്. പക്ഷെ എന്നാലും കുറേ ആൾക്കാർക്ക് അത് പ്രോബ്ലം ഉണ്ട്, മിണ്ടാൻ പേടി. ലാംഗ്വേജ് അല്ല പ്രോബ്ലം അവിടെ, പക്ഷെ മറ്റുള്ളവർക്ക് കമന്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ മിണ്ടാൻ പേടിയുണ്ട്. പക്ഷെ ഇനി ആ രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ക്ലയന്റുമായിട്ടുള്ള മീറ്റിംഗ്, ഇപ്പോൾ IT ജോലിയാണെന്ന് പറഞ്ഞാലും കമ്പ്യൂട്ടർ ആണെന്ന് പറഞ്ഞാലും ഒരുപാട് പേര് സംസാരിക്കണം, മീറ്റിംഗ് കണ്ടിന്യൂസ് ഉണ്ട്. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുക എന്നല്ലാതെ യെസ് അതിൻ്റെ കൂടെ 2 സെൻറ്റൻസ് കൂടി ആഡ് ചെയ്യാൻ പഠിച്ചാൽ ഭയങ്കര വാല്യൂ ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ വെച്ചാൽ, ഇവിടുത്തെ ഈ ടാസ്കിന് പുറമെ ഞങ്ങൾ ഇവരെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് വേണ്ടിയിട്ട് ഡെയിലി 1 hour ഒന്ന് ഇംഗ്ലീഷ് ട്രെയിനിങ് ആക്ടിവിറ്റീസ് ആയിട്ടാണ്. അതിന് ആ ഇംഗ്ലീഷ് ട്രെയിനിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇവർ പ്രസന്റ് ചെയ്യണം, പേടി മാറാനുള്ള ഒരുപാട് ആക്ടിങ്, പ്രസന്റേഷൻ പരിപാടികളൊക്കെ ചെയ്യിപ്പിച്ചു ഡെയിലി ചെയ്യണം. ഇത് ഈ ഒരു വർഷം മൊത്തത്തിൽ ചെയ്യണം. ഇതൊരു ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എന്തൊക്കെ ക്വാളിറ്റീസ് വേണം താങ്കളുടെ വരാൻ? ഓഫ് കോഴ്സ് ഒരു പ്രൊഫഷണൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലെങ്കിലും കുഴപ്പമില്ല, മറ്റുള്ള 2 സ്കിൽ എന്താ വേണ്ടേ? നമ്മൾ +2 എഡ്യൂക്കേഷൻ ബേസിക്കായി നമ്മൾ പറയുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ പറയുന്നത് എപ്പോഴും ഒരു ഇംഗ്ലീഷ് റീഡ് ആൻഡ് റൈറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇവിടുന്ന് പഠിക്കാം. കറക്റ്റ്. ഓക്കെ, പിന്നെ സംസാരിക്കാൻ ഇവിടുന്ന് എന്തായാലും പഠിക്കാം. പിന്നെ വേണ്ടത് മാത്തമാറ്റിക് ബേസിക് ഓപ്പറേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പെർസെൻറ്റേജ് കാണാം. അങ്ങനെ ബേസിക് ഓപ്പറേഷനെ കുറിച്ച് അറിയാം. ഇത്ര അറിഞ്ഞാൽ ഒരു IT-യിൽ നമുക്കൊരു ഡെവലപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ജോലി അച്ചീവ് ചെയ്യാൻ പറ്റും. അതിന് പുറമെ അവന് സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആകാൻ പറ്റും. അതിന് പുറമെ പല ഓപ്ഷൻസ് അവിടെ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. പക്ഷെ അവനൊരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയറോ അല്ല ഡാറ്റാ സയൻസ് എഞ്ചിനീയറോ സ്പെസിഫിക്കലി പോകണം എന്നുണ്ടെങ്കിൽ അവനോട് കുറച്ചുകൂടി മാത്തമാറ്റിക്സ് നോളജ് പഠിക്കാൻ റെഡി ആയാലും മതി. നമ്മൾ സ്കൂളിലോ കോളേജിലോ പഠിച്ച പോലെ ഒരു കാണാതെ പഠിക്കുന്ന മാത്തമാറ്റിക്സും അല്ല. നമ്മൾ ആ സ്റ്റെപ്സ് കാണാൻ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, കോൺസെപ്റ്റ് അറിഞ്ഞു പഠിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്കൊക്കെ +2 പഠിച്ചപ്പോൾ ഞാൻ പല കാര്യങ്ങളും അന്ന് മറന്നുവിട്ട കാര്യങ്ങൾ, പക്ഷെ ഞാൻ വർക്ക് ചെയ്യണ സമയത്ത് ഞാനൊരു മിലിറ്ററിയുടെ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫിസിക്സ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മിലിറ്ററിയുടെ എന്ന് പറഞ്ഞാൽ ഒരു ഓസ്ട്രേലിയൻ ആർമിയുടെ പ്രോജക്റ്റ് ആയിരുന്നു. അന്ന് ഞങ്ങൾ ഗണ്ണിൻ്റെ മുകളിൽ ഈ ഡിവൈസ് ഉണ്ടായിരുന്നു, മൊബൈൽ ഡിവൈസ് പോലെ ഡിസ്പ്ലേ ഡിവൈസ്. അപ്പോൾ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഡിസൈൻ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ഫിസിക്സ് യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത് പഠിക്കേണ്ടി വന്നേ.
അപ്പോൾ അത് അന്ന് പഠിക്കണതും ഞാൻ സ്കൂളിൽ പഠിച്ചതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ പ്രാക്ടിക്കലി അന്നാണ് ഞാൻ ശരിക്കും ഗ്രാവിറ്റി എന്താണെന്നും എങ്ങനെയാണ് സ്പേസ് ടൈം വർക്ക് ആവണമെന്നുള്ളത് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ മനസ്സിലാകത്തുള്ളൂ. ഐസക് ന്യൂട്ടൺ എന്താ ചെയ്തതെന്നും ഐൻസ്റ്റീൻ ശരിക്കും എന്താ ചെയ്തതെന്നും എന്താ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇരുന്ന് ലേൺ ചെയ്യാൻ തുടങ്ങി. അത് നമ്മൾ പഠിക്കണ യൂട്യൂബിൽ ഒരുപാട് എക്സ്പേർട്സിൻ്റെ അടുത്ത് വീഡിയോ കണ്ട് ഞാൻ പഠിച്ചിരുന്നത്. അന്ന് കിട്ടിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ഫിസിക്സിനോട് കിട്ടിയ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള സബ്ജക്റ്റ് മാറും. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പഠിക്കണതും നമ്മൾ സ്കൂളിലും കോളേജിലും പഠിച്ചത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് എക്സാം പാസ്സാകാൻ കാണാൻ പഠിക്കുന്ന രീതിയാണ്. പക്ഷെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പഠിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാവുന്ന വേണം. കറക്റ്റ്. അതെ. ഒരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ. താങ്കളെ ഒരു ദിവസത്തേക്ക് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആക്കിയാൽ കേരളത്തിൽ താങ്കളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ചെയ്യാൻ പോകുന്ന ഒരു ചേഞ്ച് എന്തായിരിക്കും? ഈ പറഞ്ഞ കാര്യം ഇപ്പം ഞങ്ങൾ റിസർച്ച് എടുത്തുമ്പോൾ ഞങ്ങൾക്ക് ഒരു തോന്നൽ മാത്രമല്ല, ഞങ്ങൾക്ക് ഇനീഷ്യലി ഇത് തോന്നലായിരുന്നു ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ വേണമെന്നുള്ളത്. എന്തെടുത്ത് മാറ്റിയപ്പോൾ ഇപ്പോൾ ഉള്ള ടീച്ചേഴ്സിന് മസ്റ്റായിട്ടും റീപ്ലേസ് ചെയ്യണം. അവിടെയാണ് നമ്മൾ റീസ്കിൽ ചെയ്താൽ പോലെ. അവിടെ റീസ്കില്ലല്ല ചെയ്യേണ്ടത്. ടീച്ചേഴ്സിനെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 3 or 4 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിന് ആഡ് ചെയ്യണം. അതൊരു 10-20% ആണ് ഇപ്പോൾ ഉള്ളത് കോളേജുകളിൽ. അതൊരു 80% മറ്റേത് ഒരു 20% ആണ്. കുഴപ്പമില്ല. ഇങ്ങനൊരു ഷിഫ്റ്റ് ഇത് ഭയങ്കര പാടുമാണ്. എന്ന് വെച്ചാൽ പാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സെലക്ട് ചെയ്യണ കോളേജുകൾ ഭയങ്കര കുറവാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഒരു 20,000 ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യാം. ഇത് ചെയ്തു കൊടുക്കുന്ന കമ്പനികൾ വരും. M.Tech എടുത്തൊരു ടീച്ചർക്ക് ഒരു 3 വർഷം എക്സ്പീരിയൻസ് കൊടുക്കുന്ന കമ്പനികൾ, സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുന്ന കമ്പനികൾ വരും. അപ്പോൾ അവിടെ ശരിക്കും സ്കില്ല് മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. ശരിക്കും IT കമ്പനിയിൽ ജോലിക്ക് എടുക്കുന്ന പോലെ, അതായത് സ്കില്ല് മെഷർ ചെയ്യുക. അത്രയും സ്കില്ലുള്ള ഒരാളെ മാത്രമേ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇതൊക്കെ മാറ്റിയിട്ട് സ്കില്ലിൽ ഇൻട്രസ്റ്റ് ഉള്ള ടീച്ചേഴ്സിനെ കൊണ്ടുവരണം. സ്കില്ല് വേണം, പഠിപ്പിക്കാനും ഇൻട്രസ്റ്റ് വേണം, രണ്ടും വേണം. ഈ രണ്ടും കൂടി മാച്ച് ചെയ്യുന്ന ടീച്ചേഴ്സിനെ കോളേജിൽ കൊണ്ടുവന്നാൽ സിസ്റ്റം അങ്ങോട്ട് മാറും എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലാവും. വെച്ചാൽ 4 വർഷം ഇപ്പം ഞങ്ങൾക്ക് 1 വർഷം ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഇത്രയും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 4 വർഷം ഒരുത്തനെ കിട്ടിയാൽ നമ്മൾ അവനെ ഞങ്ങൾ തന്നെ ആലോചിച്ചിട്ടുണ്ട് ഒരു 4 വർഷത്തെ ഡിഗ്രി ഡിസൈൻ ചെയ്താലോ എന്ന്. ഓരോ ഓൺ യൂണിവേഴ്സിറ്റി ഞങ്ങൾ തിങ്കിങ് ഉണ്ട്. ഒരു ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കേരളത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ടൈമിലോട്ട് വരുന്നുണ്ടല്ലോ, അതിൻ്റെ ഇപ്പോൾ അപ്രൂവൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ ആലോചിച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു 4 വർഷത്തെ ഡിഗ്രി 2 വർഷം പഠിച്ചാൽ മതി സ്റ്റുഡൻറ്റ്, ബാക്കി 2 വർഷം നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുക പ്രോജക്റ്റിൽ. അതൊരു ഭയങ്കര ഒരു എൻവയോൺമെന്റ് ആയിട്ട് മാറും. ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ചെയ്താലോ എന്നൊക്കെ. പക്ഷെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഒന്നാമത് യൂണിവേഴ്സിറ്റിന്റെ ഫസ്റ്റ് റൂള് 60 സ്റ്റുഡൻറ്റിന് ഒരു ടീച്ചർ വേണമെന്നുള്ളത്. അവിടെ തന്നെ ഞങ്ങളെ റൂൾ ബ്രേക്ക് ആയി പോകും. അപ്പൊ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഈ റൂൾസ് മാറ്റാനുള്ള ഫ്രീഡം വരികയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ സിസ്റ്റം പരീക്ഷിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരു ദിവസം പോരാ, 5 കൊല്ലം വേണം എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ട്. ഞാൻ ഒരു ദിവസം ചോദിച്ചിട്ടുള്ളൂ. ഇപ്പോൾ പ്രോട്ടോടൈപ്പിന്റെ ഒരു 5 കൊല്ലത്തേക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും നെക്സ്റ്റ് 5 ഇയർ? നെക്സ്റ്റ് 5 ഇയർ ഞങ്ങൾ ഇപ്പം ഞങ്ങൾ കേരളം, തമിഴ്നാട് ഞങ്ങളൊന്ന് ശരിക്ക് കവർ ചെയ്യാൻ പോവാണ് ഒരു 2-3 വർഷത്തിനുള്ളിൽ. അത് കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ സൗത്ത് കവർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. തമിഴിന് പുറമെ തെലുങ്ക്, കന്നഡയും കൂടി കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബിക്കോസ് അവിടേക്ക് ഈ പ്രോബ്ലം ഉണ്ടല്ലോ, ഇന്ത്യയിൽ എല്ലായിടത്തും ഈ പ്രോബ്ലം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് പുറമെ ഓൾ ഇന്ത്യ എക്സ്പാൻഷൻ ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ സൗത്ത് ഇന്ത്യ കവർ ചെയ്യുക എന്നുള്ളതാണ്. സൗത്ത് ഇന്ത്യ എന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗത്ത് ഇന്ത്യ ഒരു 4 രാജ്യം പോലെയാണ് നമ്മളെ സംബന്ധിച്ചോളം. നമ്മളെപ്പോഴും ഒരു രാജ്യമാണ് നമ്മൾ പറയണം, അതൊക്കെ ശരിയാണ്. ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ ആസ്പെക്റ്റിൽ ഇപ്പം ഞാനൊരു സാധനം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെറ്റീരിയൽ മേക്ക് ചെയ്യുകയാണെങ്കിൽ അത് മലയാളത്തിൽ മേക്ക് ചെയ്യണത് നമ്മൾ ഇപ്പോൾ ജർമ്മനിയിലും ഫ്രാൻസിലും പോയി 2 രാജ്യത്ത് പോയി മാർക്കറ്റ് ചെയ്യുന്ന പോലെയാണ്. 2 ലാംഗ്വേജ്, 2 കൾച്ചറാണ്. ഇപ്പോൾ തമിഴ്നാടത്തെ സ്പെൻഡിങ് കൾച്ചർ അല്ല മലയാളികളുടെ സ്പെൻഡിങ് കൾച്ചർ. ഇതൊക്കെ ഒരു വ്യത്യാസമുണ്ട്. ലേണിംഗ് കൾച്ചർ അല്ല, പാരൻസ് പഠിപ്പിക്കാൻ വിടുന്ന രീതി മാറ്റമുണ്ട്. അപ്പോൾ ഇതൊക്കെ അനലൈസ് ചെയ്ത് ഇവിടെ ഉപയോഗിക്കണം അതുപോലെ സംഭവം അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ശരിക്കും 4 രാജ്യം കീഴടക്കണ പോലെയാണ്. 4 ലാംഗ്വേജ് ശരിക്കും അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും കാലം എന്തുകൊണ്ട് ഇപ്പോൾ ഞാൻ പലരും ചിന്തിക്കും, ഇപ്പോൾ പല സ്റ്റാർട്ടപ്സുകളും വന്നിട്ട് 4-5 സ്റ്റേറ്റിൽ ഒരുപാട് പെട്ടെന്ന് പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെപ്പോഴും അങ്ങനത്തെ ഒരു ഗിമിക്ക് കാണിക്കാൻ ഉദ്ദേശിച്ചില്ല. ഞങ്ങൾ ചെയ്യുന്ന വെച്ചാൽ ഒരു ഏരിയയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കുക. ആ പുതിയ സിസ്റ്റം മേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും, ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് എതിർപ്പുകൾ. ഇത് തരണം ചെയ്യണം, ഇത് കഴിഞ്ഞ് ഇതിന് മുകളിൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണം. അറ്റ് ദ എൻഡ് കുട്ടിക്ക് റിസൾട്ട് വേണം. അപ്പോൾ ആ റിസൾട്ട് മേക്ക് ചെയ്യാനുള്ള രീതിയിൽ സിസ്റ്റം ഉണ്ടാക്കണം. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ പ്രോട്ടോടൈപ്പ് 2.0 റിലീസ് ചെയ്തപ്പോൾ
ഒരുപാട് ചേഞ്ചസ് ആയിട്ട് ഈവൻ ഒരുപാട് ബോറിംഗ് റൂളുകളൊക്കെ മാറ്റിയിട്ട് കുറച്ചൊരു ഫൺ ആഡ് ചെയ്തൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് ഇത് കേരളത്തിൽ വരുമ്പോൾ ഇനി നല്ല സ്വീകാര്യത ഞങ്ങൾക്ക് ഉണ്ടാവും. അതെന്താ വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് കിട്ടിയ ഒരുപാട് ലേണിങ്ങുകളുണ്ട്. ആ ലേണിംഗ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കേരളത്തിൽ പ്രോപ്പറായിട്ട് എല്ലാവർക്കും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി എത്തിക്കുക എന്നുള്ളതാണ്. അതിന് പുറമെ ഈ ഒരു 4 രാജ്യങ്ങളോട് കീഴടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കുട്ടി എപ്പോഴാണ് ശരിക്കും അഡ്മിഷൻ സാധാരണ? അങ്ങനെയില്ല, എനി ടൈമാണ്. ഞങ്ങൾക്ക് എല്ലാ മന്തിലും ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യും. വെരി ഗുഡ്. അപ്പോൾ ഏത് മന്തിൽ വേണമെങ്കിലും ഡിസൈഡ് ചെയ്ത് ജോയിൻ ചെയ്യാം. കൂടുതലും മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സമയത്താണ് കോളേജ് പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ് വരിക. അത് കഴിഞ്ഞുള്ള മാസങ്ങളിലായിരിക്കും ഈ വേറെ വർക്കിന് പോയിട്ട് സാലറി കുറവ്. നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ജോലികൾക്കും ഭയങ്കര സാലറി കുറവാണ്. ഈ ഹോട്ടൽ മാനേജ്മെന്റ് ഫീൽഡൊക്കെ ഭയങ്കര കുറവാണ്. ഒരുപാട് ഭയങ്കര ഒരു 20,000 രൂപയൊക്കെയാണ് സാലറിയിൽ ഉള്ളവർ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നത് 40,000 ആവറേജ് സാലറിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 25-30 മുകളിലേക്ക് ഇല്ലെങ്കിൽ നമ്മൾ പ്ലേസ്മെന്റ് ആയിട്ട് പോലും അക്സെപ്റ്റ് ചെയ്യില്ല ഞങ്ങളെ സിസ്റ്റത്തിൽ. ഈ 2,300 ഇതാണ് ഞങ്ങൾ കീപ്പ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്. അതിന് താഴെ പോയി ഞങ്ങൾ പോകണ്ടെന്ന് പറയും. ഇങ്ങനെയാണ് ഞങ്ങൾ കൗണ്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ പോയ ആൾക്കാരെയും കൗണ്ട് വേറെ ഉണ്ട്. ഈ 2,300 ആ കൗണ്ട് കൂട്ടിയിട്ടില്ല. അല്ലാത്ത കൗണ്ട് വേറെ ഉണ്ട്, പോയവരുണ്ട്. ചിലപ്പോൾ ചിലവര് സാഹചര്യം കൊണ്ട് ഇല്ല പോകണം തന്നെ പറയും, പക്ഷെ ഞങ്ങൾ പോകണ്ടെന്ന് പറയും. പക്ഷെ അവരെ ഞങ്ങൾ പ്ലേസ്മെന്റ് കൗണ്ടിലോട്ട് പോലും കൂട്ടിയിട്ടില്ല. അങ്ങനെ പ്ലേസ്ഡ് ആയ ഒരു 100-500 പേര് വേറെ. അപ്പൊ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഏത് ടൈമിലും ജോയിൻ ചെയ്യാം. അങ്ങനെ ഇന്ന സ്പെസിഫിക് ടൈമൊന്നുമില്ല. കുറേ സംസാരിച്ചു നമ്മൾ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സമയം പോയത് അറിഞ്ഞില്ല. ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, താങ്കളുടെ ലൈഫും ഒരു ഭയങ്കര രസമായിരുന്നു. ഇനി നമുക്ക് ഒന്നുകൂടി കാണേണ്ടി വരും. താങ്കൾ 4 രാജ്യങ്ങൾ കീഴടക്കിയ ശേഷം നമ്മൾ കാണണം. താങ്ക് യു സോ മച്ച്.